വയനാട് ജില്ലയിലെ എക്സൈസ് നൽകിയ വിവരാവകാശ രേഖയിൽ നിന്നാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാകുന്നത്. 30 സ്വകാര്യ ആശുപത്രികളുള്ള വയനാട് ജില്ലയിൽ 4 ആശുപത്രികൾക്ക് മാത്രമാണ് ലൈസൻസ് ഉള്ളത്. 2 ആശുപത്രികൾക്ക് റെക്ടിഫൈഡ് സ്പിരിറ്റും 2 ആശുപത്രികൾക്ക് ഡീനാച്യൂർഡ് മെഥലേറ്റഡ് സ്പിരിറ്റും ഉപയോഗിക്കുന്നതിനുള്ള ലൈസൻസുകളുണ്ട്. ബാക്കിയുള്ളവ സ്പിരിറ്റ് സൂക്ഷിക്കുന്നത് അനധികൃതമായാണെന്ന് രേഖകൾ വ്യക്തമാക്കുന്നു. റെക്ടിഫൈഡ് സ്പിരിറ്റ് സൂക്ഷിക്കാനും ഉപയോഗിക്കാനും RS ലൈസൻസാണ് വേണ്ടത്. ഡീനാച്യൂർഡ് മെഥലേറ്റഡ് സ്പിരിറ്റ് ഉപയോഗിക്കാൻ D1 ലൈസൻസുമാണ് എക്സൈസ് വകുപ്പ് നൽകുന്നത്. എന്നാൽ പല സ്വകാര്യ ആശുപത്രികളും ഇത് ചെയ്യുന്നില്ല. ഉയർന്ന റാങ്കിലുള്ള ഉദ്യോഗസ്ഥർക്ക് മാത്രമാണ് ഇത്തരം കാര്യങ്ങൾ പരിശോധിക്കാൻ അധികാരമുള്ളത്. RS ലൈസൻസ് തിരുവനന്തപുരത്തെ എക്സൈസ് കമ്മീഷണർ ഓഫീസിൽ നിന്നും D1 ലൈസൻസ് അതത് ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫീസിൽ നിന്നുമാണ് ലഭിക്കേണ്ടത്. വയനാട്ടിലെ കണക്കുകൾ ഇത്രയാണെങ്കിൽ സംസ്ഥാനത്താകമാനമുള്ള കണക്കുകൾ ഇതിലും ഏറെയായിരിക്കും. ചെറിയ ആശുപത്രികളിൽ പോലും സ്പിരിറ്റ് അത്യാവശ്യമായി വേണ്ടതാണ്. ലൈസൻസ് എടുത്ത ആശുപത്രികൾക്ക് മാത്രമാണ് എക്സൈസ് വകുപ്പ് സ്പിരിറ്റ് നൽകുന്നത്. ഭൂരിഭാഗം വരുന്ന ബാക്കി ആശുപത്രികൾ സ്പിരിറ്റ് ലഭിക്കുന്നത് എവിടെ നിന്നാണെന്ന കാര്യം ദുരൂഹമാണ്. ക്യാമറ പേഴ്സൺ അനീഷ് കാഞ്ഞങ്ങാടിനൊപ്പം മനേഷ് മൂർത്തി, മീഡിയ 1, വയനാട്.